Hello, welcome to Stay Psyche. Now we are going to discuss about classification system in psychiatry, that is ICD and DSM. Coming to ICD, International Classification of Disease, which was developed by World Health Organization, WHO ആണ് International Classification of Disease ICD എന്ത് ചെയ്തത് ഡെവലപ്പ് ചെയ്തത് 1948 ഇത് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾ അല്ലെങ്കിൽ ഡയഗ്നോസ്റ്റിക് ടൂള് വിച്ച് ഈസ് യൂസ്ഡ് ടു ക്ലാസിഫൈ ആൻഡ് മോണിറ്റർ കോസ് ഓഫ് ഇഞ്ചുറി ആൻഡ് ഡിസീസ്. ഇഞ്ചുറി അതുപോലെ ഡിസീസൊക്കെ ക്ലാസിഫൈ ചെയ്യാനും മോണിറ്റർ ചെയ്യാനായിരുന്നു ഇനീഷ്യലി ഈ ഒരു ടൂൾ അല്ലെങ്കിൽ ഈ ഒരു ഡയഗ്നോസ്റ്റിക് ടൂൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. വിച്ച് മെയിൻറ്റെയിൻ ഹെൽത്ത് ഡാറ്റ ഫോർ ഗ്ലോബൽ അനാലിസിസ്. അതായത് നമ്മുടെ മോർട്ടാലിറ്റി അതുപോലെ മോർബിലിറ്റി ട്രെൻഡ്സൊക്കെ അറിയാൻ വേണ്ടിയിട്ടായിരുന്നു നമ്മുടെ ഈ ഈ ടൂള് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. വിച്ച് മെയിൻറ്റെയിൻ ഹെൽത്ത് ഡാറ്റ ഫോർ ഗ്ലോബൽ അനാലിസിസ്. അത് നമ്മുടെ ഗ്ലോബൽ അനാലിസിസിന് വേണ്ടിയിട്ടുള്ള ഹെൽത്ത് ഡാറ്റ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. വിച്ച് എൻഷുർ ഇൻ്റർനാഷണൽ കോമ്പാക്റ്റബിലിറ്റി ഇൻ ഹെൽത്ത് ഡാറ്റ കളക്ഷൻ, ഡയഗ്നോസിസ് ആൻഡ് റിസർച്ച്. ഇത് നമ്മുടെ ഹെൽത്ത് ഡാറ്റ കളക്ഷന് വേണ്ടിയിട്ട്, ഡയഗ്നോസിസിന് വേണ്ടിയിട്ട്, റിസർച്ചിനൊക്കെ വേണ്ടിയിട്ട് ഇൻ്റർനാഷണലി യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ്. ഇതിൽ ഓരോ ഡിസോർഡറും ഡീറ്റെയിൽഡ് ഡയഗ്നോസ്റ്റിക് ക്യാരക്ടേഴ്സാണ് നമുക്ക് തരുന്നത്. വിച്ച് ഈസ് അസൈൻഡ് എ യൂണിക് ആൽഫ ന്യൂമറിക് കോഡ്. നമുക്കൊരു പ്രത്യേക തരം ആൽഫ ന്യൂമറിക് കോഡ് ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ഇതിൽ കോഡിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ A00 തൊട്ടിട്ട് Z99 വരെയാണ് ഇതിൻ്റെ കോഡിംഗ് വരുന്നത്. പിന്നെ മെൻ്റൽ ഡിസോർഡേഴ്സിൻ്റെ F00 തൊട്ടിട്ട് F99 വരെയാണ് ഇതിൻ്റെ കോഡിംഗ് വരുന്നത്. ICD-10 പ്രകാരമുള്ള കാര്യമാണ് ഈ പറയുന്നത്. ഇതൊരു ആൽഫ ന്യൂമറിക് ആയിട്ടുള്ള യൂണിക് ആൽഫ ന്യൂമറിക് കോഡ് വെച്ചിട്ടാണ് നമ്മൾ ഓരോ ഡിസോർഡറും നെയിം ചെയ്യുന്നത്. അതിൻ്റെ ക്ലാസിഫിക്കേഷൻ അങ്ങനെയാണ്. ഇനി ഈ കോഡ്സ് യൂസ് ചെയ്യുന്നത് ഡെത്ത് സർട്ടിഫിക്കറ്റ്സിൽ, ക്ലിനിക്കൽ റെക്കോർഡ്സിൽ, അതുപോലെ തന്നെ ഹെൽത്ത് ഇൻഷുറൻസ്, സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റാബേസിൽ മാത്രമാണ് നമ്മൾ ഈ കോഡ്സ് യൂസ് ചെയ്യുന്നത്. ICD-10 യൂസ് ചെയ്യുന്ന ലിസ്റ്റ് ഓഫ് കോഡ്സ് എന്ന് പറയുന്നത് ASSET A00.0 to Z99.0 എന്നിവരിൽ കോഡ്സാണ് അവിടെ യൂസ് ചെയ്യുന്നത്. മെൻ്റൽ ആൻഡ് ബിഹേവിയറൽ ഡിസോർഡേഴ്സിന് കവർ ചെയ്യുന്നത് ചാപ്റ്റർ 4 ഓഫ് ICD ആണ്. അതിൽ യൂസ് ചെയ്യുന്നതാണ് F00 to F99 എന്നിവരെ ഉള്ള കോഡ്. F00 to F99 ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ലൈക്ക് മെൻ്റൽ ആൻഡ് ബിഹേവിയർ ഡിസോർഡേഴ്സിന് കവർ ചെയ്യുന്നത് ചാപ്റ്റർ 5 ഇനി ICD-11 ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് 2019 ICD-11 ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് 2009 ICD WHO കൊണ്ടുവന്നത് 1948 കേട്ടോ. ഓക്കെ, നമ്മുടെ 1947 കഴിഞ്ഞിട്ട് നമ്മുടെ ഇൻഡിപെൻഡൻസ് ശേഷം 1948 WHO അത് കൊണ്ടുവന്നത്. ICD-11 നമ്മൾ ഇപ്പോൾ അടുത്താണ്, ലൈക്ക് 2019 ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതൊരു യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ഡിജിറ്റൽ ഇൻ്റർഫറൻസ് ആണ്. അത് സയൻറ്റിഫിക് റെലവൻസിന് വേണ്ടിയിട്ട് കുറേ അപ്ഡേഷൻ നടത്തിയിട്ടുണ്ട്. അതിന് ബെറ്റർ അലൈൻമെൻറ്റ്, ക്ലിനിക്കൽ യൂസിനൊക്കെ വേണ്ടിയിട്ട് നന്നായിട്ട് അലൈൻ ചെയ്തിട്ടുണ്ട്. ICD ഗ്ലോബലി യൂസ് ചെയ്യുന്നതാണ്. എസ്പെഷ്യലി ഇൻ പബ്ലിക് ഹെൽത്തിൽ യൂസ് ചെയ്യും, ഹോസ്പിറ്റൽസിൽ, റിസർച്ചിലൊക്കെ നമ്മൾ ICD യൂസ് ചെയ്യുന്നുണ്ട്. ഇതൊരു ഗ്ലോബൽ സ്റ്റാൻഡർഡൈസേഷൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇതൊരു ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ലൈക്ക് പബ്ലിക് ഹെൽത്ത് യൂസിൽ ഒരു ഗ്ലോബൽ ആയിട്ടുള്ള സ്റ്റാൻഡർഡൈസേഷൻ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ WHO ആണ് ഇത് കൊണ്ടുവന്നിട്ടുള്ളത്. ഇത് ലൈക്ക് ക്ലാസിഫിക്കേഷനും മോണിറ്ററിങ്, ഇഞ്ചുറി ഡിസീസിൻ്റെ ക്ലാസിഫിക്കേഷനും മോണിറ്ററിങ്ങിനും വേണ്ടിയിട്ടാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിൽ ഇൻ്റർനാഷണൽ കോമ്പാക്റ്റബിലിറ്റി, ഡാറ്റ കളക്ഷന്, ഡയഗ്നോസിസ്, പിന്നെ മോർബിലിറ്റി ട്രെൻഡ്സൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓരോന്നിനും ഓരോ സ്പെസിഫൈഡ് ആയിട്ടുള്ള ക്യാരക്ടർ, ലൈക്ക് ഒരു ആൽഫ ന്യൂമറിക് കോഡ് വെച്ചിട്ടാണ് നമ്മൾ ഓരോ ഡിസോർഡേഴ്സും ക്ലാസിഫൈ ചെയ്യുന്നത്, നെയിം ചെയ്യുന്നത്, നോമൻക്ലേച്ചർ ചെയ്യുന്നത്. പിന്നെ ഇതിൽ ഡയഗ്നോസ്റ്റിക് ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡയഗ്നോസ്റ്റിക് ക്യാരക്ടർ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ കോഡ്സ് യൂസ് ചെയ്യുന്ന ഡെത്ത് സർട്ടിഫിക്കറ്റിൽ, ക്ലിനിക്കൽ റെക്കോർഡ്സിൽ, ഹെൽത്ത് ഇൻഷുറൻസ്, സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റാബേസിലാണ്. നമ്മുടെ മെൻ്റൽ ആൻഡ് ബിഹേവിയറൽ ഡിസോർഡേഴ്സിന് കോഡ് വരുന്നത് ചാപ്റ്റർ 5 F00 to F99 ആണ്. ICD-11 ഇൻട്രൊഡ്യൂസ് ചെയ്തത് 2019 അതൊരു യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഡിജിറ്റൽ ഇൻ്റർഫേസ് ആണ് കൊണ്ടുവരുന്നത്. കുറേ സയൻറ്റിഫിക് റെലവൻസ് അതിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ബെറ്റർ അലൈൻമെൻറ്റ്, ക്ലിനിക്കൽ യൂസിന് വളരെ ഫ്രണ്ട്ലി ആയിട്ടാണ് ഇത് കൊണ്ടുവന്നിട്ടുള്ളത്. പക്ഷേ ഇപ്പോഴും കൂടുതൽ യൂസ് ചെയ്യുന്നത് ICD-10 ആണ്. ICD-11 ഡിജിറ്റൽ മറ്റ് ടൈപ്പ് ഓഫ് പ്രിൻ്റർ നമുക്ക് അധികം അവൈലബിൾ അല്ല.
ICD ഗ്ലോബലി യൂസ് ചെയ്യുന്നുണ്ട്. പബ്ലിക് സെക്ടറിൽ ഹോസ്പിറ്റൽസിൽ റിസർച്ചിനൊക്കെ വേണ്ടി വൈഡ്ലി യൂസ് ചെയ്യുന്നുണ്ട് ഒരു ഗ്ലോബൽ സ്റ്റാൻഡേർഡ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് വണ്ണാണ് ഡയഗ്നോസ്റ്റിക് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ മാനുവൽ ഓഫ് മെൻ്റൽ ഡിസോർഡർ, അതായത് DSM. DSM പബ്ലിഷ് ചെയ്തത് അമേരിക്കൻ സൈക്കാട്രിക് അസോസിയേഷനാണ്. ഇത് പ്രൈമറിലി യൂസ് ചെയ്യുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സിലാണ്. ലൈക്ക് APA ആണല്ലോ കൊണ്ടുവന്നത്, യുണൈറ്റഡ് സ്റ്റേറ്റ്സിലാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഇത് സൈക്കാട്രിക് ഡിസോർഡർ ഡയഗ്നോസ് ചെയ്യാനും ക്ലിനിക്കൽ ട്രീറ്റ്മെൻറ്റിൻ്റെ ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ടും ഇൻഷുറൻസ് പർപ്പസിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ടൂള് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ലേറ്റസ്റ്റ് വേർഷൻ എന്ന് പറയുന്നത് DSM-5 ആണ്. അത് റിലീസ് ചെയ്തിരിക്കുന്നത് 2013 അത് മേജറായിട്ടുള്ള മെൻ്റൽ ഡിസോർഡേഴ്സ് ചിൽഡ്രനിൽ അഡൽട്ട്സിലൊക്കെ കവർ ചെയ്യുന്നുണ്ട്. പിന്നെ ഇതൊരു നോൺ തിയററ്റിക്കലായിട്ടുള്ള ഡിസ്ക്രിപ്റ്റീവ് രീതിയിലാണ് ഇതിൻ്റെ ഫോക്കസ് ചെയ്യുന്നത്. ഇത് എംഫസൈസ് ചെയ്യുന്നത് സിംറ്റംസ്, ജെൻഡർ ഡിസ്ട്രിബ്യൂഷൻ, ഏജ് ഓൺസെറ്റ്, ട്രീറ്റ്മെൻറ്റ് റെസ്പോൺസ്, ഇതൊക്കെയാണ് ഇതിൽ പറയുന്നത്. പിന്നെ DSM-4 ആണ്. DSM-4 1994 അത് കൊണ്ടുവന്നിട്ടുള്ളത്. ഇതിൽ 297 ഡിസോർഡേഴ്സ് പറയുന്നുണ്ട്. 886 പേജസിലാണ് ഇത് പറയുന്നത്. പിന്നെ അതിന് മുന്നേ അതിന് ശേഷമാണ് DSM-4-TR ആണ്. അത് 2000 പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതിൽ ടെക്സ്റ്റ് റിവിഷൻ അതിൽ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത് ഡിസ്ക്രിപ്ഷൻ ആൻഡ് കോഡ്സ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ മേജർ ചേഞ്ചസ് ഒന്നും വന്നിട്ടില്ല ഡയഗ്നോസ്റ്റിക് ക്രൈറ്റീരിയയിൽ. പിന്നെ കൺസിസ്റ്റൻസി ICD കോഡ്സുമായിട്ട് കുറേ കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. പിന്നെ DSM-5 മൾട്ടി ആക്സൽ സിസ്റ്റം അതിൽ റിമൂവ് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറേ ന്യൂ ഡിസോർഡേഴ്സൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ഹോർഡിങ് ഡിസോർഡർ അങ്ങനത്തെ പോലെ കുറേ ഡിസോർഡേഴ്സ്. പിന്നെ മെർജ്ഡ് റിലേറ്റഡ് ഡയഗ്നോസിസ് ലൈക്ക് ഓട്ടിസം പോലുള്ള ഡയഗ്നോസിസൊക്കെ അത് മേർജ് ചെയ്തിട്ടുണ്ട്. റിലേറ്റഡ് ആയിട്ടുള്ള ഡയഗ്നോസിസൊക്കെ ഓട്ടിസം കുറേ ലൈക്ക് അത് ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ എന്നൊക്കെ പറഞ്ഞിട്ട് അത് ഒരു ക്ലബ് ചെയ്തിട്ട് ഒരൊറ്റ ലൈക്ക് മേർജ് ചെയ്തിട്ട് ഒരൊറ്റ ഡിസോർഡർ ഡയഗ്നോസിസ് ആക്കി മാറ്റിയിട്ടുണ്ട്. ഇത് സൈക്കാട്രിയിൽ യൂസ് ചെയ്യുന്നതിന്, റിസർച്ചിന്, ഇൻഷുറൻസിന്, ക്ലിനിക്കൽ സെറ്റിങ്സിലൊക്കെ ഇത് വൈഡ്ലി യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ DSM-ൻ്റെ ഒരു ഹിസ്റ്ററിയാണ് പറയുന്നത്. 52 DSM-1 കൊണ്ടുവന്നത്. 68 DSM-2, പിന്നെ 74 DSM-2ൻ്റെ റീപ്രിൻ്റ് ഇറങ്ങി. പിന്നെ 84 DSM-3, 87 DSM-3 റിവൈസ് ചെയ്തു. 94 DSM-4, 2000 DSM-4 ഒന്നുകൂടെ റിവൈസ് TR ആക്കി. പിന്നെ 2013 DSM-5 കൊണ്ടുവന്നു. അപ്പോൾ DSM ഇതാണ് നമ്മുടെ അമേരിക്കൻ സൈക്കാട്രിക് അസോസിയേഷൻ APA ആണ് കൊണ്ടുവന്നത്. ഇത് ഡയഗ്നോസിങ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂളാണ്. സൈക്കാട്രിക് ഡിസോർഡേഴ്സിൻ്റെ ഒരു ടൂളാണ്. നമ്മൾ ക്ലിനിക്കൽ ട്രീറ്റ്മെൻറ്റ് ഡിസിഷന്, ഇൻഷുറൻസ് പർപ്പസിനൊക്കെ വേണ്ടിയിട്ടാണിത് യൂസ് ചെയ്യുന്നത്. പിന്നെ സൈക്കാട്രിക് ഡിസോർഡേഴ്സ് ഡയഗ്നോസ് ചെയ്യാനും വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇതിൽ നിന്ന് പറഞ്ഞ ലേറ്റസ്റ്റ് റിവിഷൻ DSM-5 ആണ് നമ്മുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള റിവിഷൻ, വിച്ച് ഇസ് റിലീസ്ഡ് 2013 ഇതിൽ മേജറായിട്ടുള്ള മെൻ്റൽ ഡിസോർഡർ ചിൽഡ്രൻ്റെ അഡൽട്ട്സിൻ്റെ ഒക്കെ കവർ ചെയ്യുന്നുണ്ട്. ആൻഡ് ബട്ട് ഇറ്റ് ഈസ് ഫോക്കസ്ഡ് ഓൺ നോൺ തിയററ്റിക്കൽ ആസ്പെക്ട്സിലാണിത് ഫോക്കസ് ചെയ്യുന്നത്. അതിൻ്റെ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള പാറ്റേൺ ആണ് ഫോളോ ചെയ്യുന്നത്. സോ ഇത് കുറച്ചുകൂടി ഡിഫിക്കൽട്ടാണ് ടു അണ്ടർസ്റ്റാൻഡ് എന്നു പറയുന്നുണ്ട്. ആൻഡ് എംഫസിസ് സിംറ്റംസ് എംഫസൈസ് ചെയ്യുന്നത്, ജെൻഡർ ഡിസ്ട്രിബ്യൂഷൻ, ഏജ് ഓഫ് ഓൺസെറ്റ്, ട്രീറ്റ്മെൻറ്റ് റെസ്പോൺസ്, ഇതൊക്കെ ഇതിൽ എന്ത് ചെയ്യുന്നുണ്ട് പറയുന്നുണ്ട്. ഡിസ്ക്രിപ്റ്റീവ് മാനറിലാണ് പറയുന്നത്. ലൈക്ക് DSM-4 ലിസ്റ്റ് ചെയ്യുന്നത് 1994 DSM-4 ലിസ്റ്റ് ചെയ്യുന്നത് 297 ഡിസോർഡേഴ്സാണ്. 886 പേജസിൽ 297 ഡിസോർഡേഴ്സിന് പറയുന്നുണ്ട്. ആൻഡ് DSM-4-TR 2000 പറയുന്നത് അതിൽ കുറേ ലൈക്ക് അപ്ഡേറ്റഡ് ഡിസ്ക്രിപ്ഷൻസ്, കോഡ്സൊക്കെ വന്നിട്ടുണ്ട്. ഡയഗ്നോസ്റ്റിക് ക്രൈറ്റീരിയയിൽ മേജർ ചേഞ്ചസ് ഒന്നും വന്നിട്ടില്ല. ആൻഡ് ഇംപ്രൂവ്ഡ് അവരുടെ ICD കോഡ്സുമായിട്ട് ലൈക്ക് കുറേ കൺസിസ്റ്റൻസി ഇമ്പ്രൂവ് ചെയ്യാൻ ഇതായിട്ടുണ്ട്. DSM-5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൾട്ടി ആക്സൽ സിസ്റ്റം കൊണ്ടുവന്നു, ലൈക്ക് റിമൂവ് ചെയ്തു. പിന്നെ എന്ന് പറഞ്ഞാൽ ആദ്യം മൾട്ടി ആക്സൽ സിസ്റ്റം ആയിരുന്നു, പിന്നെ അത് റിമൂവ് ചെയ്തു. പിന്നെ കുറേ പുതിയ ഡിസോർഡേഴ്സ് ലൈക്ക് ഹോർഡിങ് ഡിസോർഡേഴ്സ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ റിലേറ്റഡ് ആയിട്ടുള്ള ഡയഗ്നോസിസ് ലൈക്ക് ഓട്ടിസം എന്ന് പറയുന്നൊക്കെ ഒരു ക്ലബ് ചെയ്തിട്ട് ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ ആക്കി, അങ്ങനെയൊക്കെ. പിന്നെ സൈക്കാട്രിയിലും റിസർച്ച്, ഇൻഷുറൻസിനൊക്കെ വേണ്ടി നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഹിസ്റ്ററി ഓഫ് DSM റിവിഷനാണ്. ഹിസ്റ്ററി ഓഫ് DSM റിവിഷനാണ് ഞാൻ പറഞ്ഞത്. DSM-1, DSM-2, DSM-2 റീപ്രിൻ്റ്, DSM-3R റിവൈസ്, DSM-4 DSM-5ൻ്റെ ഒരു ലൈക്ക് 52, 68, 74, 84, 87, 94, പിന്നെ 2013 ഇങ്ങനെയാണ് വരുന്നത്.